ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ അവസാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിനെ കുറിച്ച് പറയുകയാണ്. യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ പ്രഭാഷണം നടത്തുകയാണ്. ഓ ജനങ്ങളെ, ഇതാ നിങ്ങളിലേക്ക് മഹത്വമായൊരു മാസം സമാഗതമായിരിക്കുന്നു. ശൗറുൻ ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. ഈ മാസത്തിലെ നോമ്പിനെ അല്ലാഹു തആല ഫറളാക്കുകയും രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരത്തെ അല്ലാഹു തആല സുന്നത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മാസത്തിൽ എന്തെങ്കിലും ഒരു സുന്നത്തായ കാര്യം ഒരാൾ ചെയ്താൽ കാന കമൻ അദ്ദ ഫരീളതൻ ഫീമാ സിവാഹ്, മറ്റു മാസങ്ങളിൽ ഫർള് ചെയ്തവനെ പോലെയാണ്. ആരെങ്കിലും ഒരു ഫർള് ചെയ്താലോ കാന കമൻ അദ്ദ 70 ഫരീളതൻ ഫീമാ സിവാഹ്, മറ്റു മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലി അല്ലാഹു തആല കൊടുക്കുന്നു. ഷഹ്റുസ്വബരി, ഈ മാസം ഇതാ ക്ഷമയുടെ മാസമാണ്, ക്ഷമിക്കേണ്ട മാസമാണ്. കാരണം പകൽ മുഴുവനും നോമ്പ് നോറ്റുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് അവൻ ക്ഷമിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നു. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. ഷഹ്റുൽ മവാസാത്തി, പരസ്പര സഹകരണത്തിൻ്റെ പരസ്പര സഹായത്തിൻ്റെ മാസമാണ് ഈ മാസം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യേണ്ട മാസമാണ്. ഷഹ്റുൻ യുസാദു ഫീഹി ഫി റിസ്ഖിൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ ഭക്ഷണത്തിൽ ഈ മാസത്തിൽ വിശാലത ചെയ്യപ്പെടുന്നു. ഈ മാസത്തിൽ ആരും ഭക്ഷണം കിട്ടാതെ കുഴങ്ങാറില്ല. നാം എവിടെ നോക്കിയാലും നോമ്പ് തുറയും മറ്റുമായി എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നു. ഭക്ഷണത്തിൽ വലിയ ബറക്കത്ത് ഈ മാസത്തിൽ നൽകപ്പെടുന്നു. ഒമൻ ഫത്തറ ഫീഹി സ്വായിമൻ, ആരെങ്കിലും ഈ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറത്തു ലിദുനൂബിഹി, അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. മാത്രമല്ല വയത്തുക റഖബത്തിഹി മിനന്നാർ, നരകത്തിൽ നിന്നും അവൻ്റെ ശരീരത്തെ മോചിപ്പിക്കാനുള്ള കാരണമാണ്. മാത്രമല്ല അവൻ ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് എങ്കിൽ അവൻ്റെ കൂലി പോലത്തെ കൂലി ഇവനക്കും ലഭിക്കുന്നു. പക്ഷേ അവരുടെ കൂലിയിൽ നിന്നൊന്നും ചുരുങ്ങുന്നില്ല. ആ നിലക്ക് തന്നെ ഇവർക്ക് അവരുടെ കൂലിയൊക്കെ നൽകപ്പെടുന്നു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഓ നബിയെ ലൈസ കുല്ലുനാ യജിദു യഫത്തിറു സ്വായിമ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നോമ്പുകാരനെ ശരിക്ക് തുറപ്പിക്കാൻ കഴിയില്ലല്ലോ നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കൂലിയെ അല്ലാഹു തആല നൽകുന്നതാണ്. മൻ ഫത്തറ സ്വായിമൻ അലാ മുദ്ഗത്തി ലബനിൻ, ഒരു റുക്ക് പാല് കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും, അല്ലെങ്കിൽ ഒരു കാരക്ക ഒരു ഈത്തപ്പഴം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും, എങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം കുടിപ്പിച്ചാലും, ഒരൊറ്റ കുടിപ്പിച്ചാലും അവനക്കും ഈ കൂലി ലഭിക്കുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനഷ്ബ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താൽ സഖല്ലാഹു മിനൽ ഹൗദി ശുർബത്തൻ ലാ യദ്ഖുലുൽ ജന്ന, അവനക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നതാണ്. പിന്നെ അവനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു ദാഹവും ഉണ്ടാവുകയില്ല. വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിലെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. വസ്തുഹു മഗ്ഫിറത്തുൻ, നടുവിലത്തെ 10 പാപമോചനത്തിൻ്റെ 10ആണ്. ആദ്യത്തെ 10 അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിനെ വാരിക്കോരി കൊടുക്കുന്നു. എത്രയോ റഹ്മത്തുകൾ അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ 10 റഹ്മത്തിനെ ധാരാളം ചൊരിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10ആണ്. ആ 10 അല്ലാഹു തആല എത്രയോ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നു. പാപത്തിൽ അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക. വാഖിറു ഇത്ഖു മിനന്നാർ, അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10ആണ്. അല്ലാഹു തആല എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന 10ആണ്. അതുകൊണ്ട് ആ 10 നരകമോചനത്തെ അല്ലാഹു തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഫസ്തക്സിറു ഫീഹി മിൻ 4 ഹിസാരിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 കാര്യത്തെ നിങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഖസലത്താനി തർദൂന ബിഹിമാ റബ്ബക്കും, 2 കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുകയും 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടാതെ കഴിയുകയുമില്ല. അങ്ങനത്തെ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതൊക്കെയാണ് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ ഏതാണ്? ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. തസ്തഗ്ഫിറൂനഹു, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലുമാണ്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഈ 2 കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത 2 കാര്യങ്ങൾ ഏതാണ്? ഫതസ്അലൂനൽ ജന്ന, സ്വർഗ്ഗത്തെ ചോദിക്കുകയും തഊദൂന മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുക. അപ്പോൾ ഒന്നാകെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ട ഈ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. അതാണ് നമ്മൾ റമദാനിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ സമയത്തും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകൾ വർദ്ധിപ്പിച്ച് ഈ മാസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നിലക്ക് റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നാം തയ്യാറാവുക.
റമദാനിൻ്റെ ആഗമനം കൊണ്ട് ഒരാൾ സന്തോഷിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിൻ്റെ മേൽ ഹറാമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിൻ്റെ സന്തോഷത്തോടു കൂടി വരവേറ്റ് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.